ഈ എന്താ അരിവാൾ സുന്നിക്കാരനല്ലേ, AP സുന്നിക്കാരനല്ലേ? അന്റെ വായിലെന്താ ഇത് വെച്ചതാണോ? അനക്ക് ഈ AP ഉസ്താദ് പറഞ്ഞ മുടി നീളം കൂടുന്നു എന്നൊക്കെ പറയുന്ന വിഷയത്തിലൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ല. നിങ്ങള് AP ഉസ്താദ് വരുമ്പോ കെട്ടിപ്പിടിക്കാനോ റസൂലുള്ളാഹിന്റെ മുടി തന്നെയാണോ? എന്തൊക്കെയാ കമന്റുകള്. എന്നാലും എനിക്ക് പറയാനുള്ള എന്റേതായ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ മാത്രം അനുകൂലിക്കാം, അല്ലാത്തവർക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. മാന്യമായ അഭിപ്രായങ്ങൾ മാത്രമാണ് താഴെ പറയുന്നത്. അപ്പോ ആദ്യത്തത് AP ഉസ്താദ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ നീളം കൂടിയിട്ടുണ്ട് എന്നതാണ്. എന്നാലും അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടില് പല മതങ്ങൾക്കും പല വിശ്വാസങ്ങളുണ്ട്. നമ്മൾ കൊല്ലങ്ങളായിട്ട് വിശ്വസിക്കുന്ന കാര്യമാണ് ഈസ്റ്ററിന്റെ ഞായറാഴ്ച ദിവസം യേശുക്രിസ്തുവിന്റെ കല്ലറ വളരെ വിശാലമാവുന്നുള്ളത്. അതൊരു വിശ്വാസമാണ്, ഒരു മതത്തിന്റെ വിശ്വാസമാണ്. എല്ലാ വർഷവും അയ്യപ്പന്മാര് പടി കയറിയിട്ട് മകരവിളക്കിന്റെ ദിവസം അയ്യപ്പ ജ്യോതി തെളിയുമെന്നും അതുപോലെ തന്നെ അവിടെ കൃഷ്ണപരന്ത് വട്ടമിട്ട് പറക്കുന്നുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് വിശ്വസിക്കുന്ന കാര്യമാണ്. മാതാമൃതാനന്ദമയിന്റെ കൈ തൊട്ടാൽ രോഗികൾക്ക് അത് ശമനം ഉണ്ടാകുന്നു. ഞാൻ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിൽ എനിക്ക് കൃത്യമായ സ്ഥലം എന്നാണ് അറിയില്ല, എങ്കിലും മണ്ണാർക്കാട് ഭാഗത്താണെന്ന് തോന്നുന്നു. പല ആളുകളുടെ മക്ബറകളുണ്ട്. അതിൽ പെട്ടൊരു മക്ബറയാണ് മീസാൻ കല്ലിന്റെ ഒരു സൈഡ് പൊങ്ങി വന്നിട്ട് അതിന്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് അതിന്റെ പുറത്ത് കിടപ്പുണ്ട്. അപ്പുറത്തെ രണ്ടാമത്തെ മീസാൻ കല്ലും പൊങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ മതങ്ങളുടെ അവരവരുടെ മതങ്ങളുടെ വിശ്വാസങ്ങളാണ്. ഇപ്പോ AP ഉസ്താദ് പ്രസംഗിച്ച ആ കാര്യം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ നീളം കൂടുന്നു എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം വളരെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിന്റെ അനുയായികളോടുള്ള ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ്. എന്ത്, പിന്നെ അദ്ദേഹത്തിന്റെ മജ്‌ലിസിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. ആരോടും AP ഉസ്താദ് പറയുന്നില്ല, പുറത്തുള്ള ജനങ്ങളോട് പറയുന്നില്ല ഇതിന്റെ മുടിയുടെ നീളം കൂടും, അതുകൊണ്ട് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇതിന്റെ ഈ വെള്ളം, പിന്നെ മുടിയുടെ വെള്ളം മുക്കിയ ഈ വെള്ളം നിങ്ങൾ കുടിക്കണം എന്ന് അദ്ദേഹം ആരോടും ആവശ്യപ്പെടുന്നില്ല. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ തെറി വിളിക്കാൻ വന്നത്? ഇപ്പൊ ഇതേ തെറി വിളിച്ച ആളുകളായിരുന്നു നിമിഷപ്രിയയുടെ കേസ് വന്നപ്പോ AP ഉസ്താദ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധങ്ങൾ, മറ്റൊരു രാജ്യത്തെ സുൽത്താൻമാരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹം ജസ്റ്റ് ഒരു കോൾ ചെയ്ത് പറഞ്ഞു ഇവിടുത്തെ തൂക്കിലേറ്റാൻ പോയ ഒരു സ്ത്രീയാണ് അത് വേണ്ടാന്ന് ഒരു രാജ്യം തീരുമാനിച്ചത്. അപ്പോ അദ്ദേഹം ചെയ്യുന്ന നന്മകളുണ്ടാവും. ഞാൻ പറയുന്നത് ഇത്രയുള്ളൂ. അപ്പൊ ഇത്രയൊക്കെ പറയുന്ന നിങ്ങൾ വിശ്വസിക്കുന്നോ ഈ മുടി നീളം കൂടുന്നുണ്ടോ ഇല്ലയോ? ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല മതങ്ങൾക്കും പല ആചാരങ്ങളുണ്ട്. ഇപ്പൊ നബിദിനം വരാൻ പോവാണ്. ആഘോഷിക്കുന്നവരുണ്ട്, ആഘോഷിക്കാത്തവരുണ്ട്. ഈ ആഘോഷിച്ചതുകൊണ്ട് നബിദിനം ആഘോഷിച്ചുകൊണ്ട് കംപ്ലീറ്റ് നമ്മളെ ലൈഫ് ഫുള്ള് ക്ലിയർ ആയെന്നാണോ? അല്ലെങ്കിൽ നമുക്ക് നാളെ കബറിൽ പോയത് നബിദിനം ആഘോഷിച്ചുകൊണ്ട് മാത്രം അതുണ്ട് എന്ന് പറയപ്പെടുന്നു, ഇല്ലാന്ന് പറയും. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. നമ്മൾ ആരുടെ വിശ്വാസങ്ങളിലേക്കും കടന്നു കയറണ്ട. പ്രത്യേകിച്ച് AP വിഭാഗത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നോളജ് സിറ്റിയും മർക്കസും എത്രയോ, എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഇത്രയും വിദ്യാർത്ഥികളെ പഠിച്ച് പുറത്തേക്ക് പറഞ്ഞയച്ച മറ്റൊരു സ്ഥാപനം ഉണ്ടാവില്ല. ഞാൻ ഷാർജയിൽ വക്കീൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്റെ വക്കീൽ സ്ഥാപനത്തിൽ ഏകദേശം 20ഓളം ആളുകൾ ഇതേ സ്ഥാപനത്തിൽ AP ഉസ്താദിന്റെ അവിടെ പഠിച്ച് നിയമം പഠിച്ച്